Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, keni, zarda, etc., or their promotion in any manner. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത്. പക്ഷേ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലങ്സ് ഉപയോഗിക്കുന്നു. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ ഓരോ വർഷവും അടിഞ്ഞുകൂടുന്ന കറ പുറത്തെടുത്താൽ അത് എത്രത്തോളമായിരിക്കും? നിങ്ങളെ രോഗിയാക്കാൻ അത് മതി. വലിയ രോഗി.
ഞങ്ങള് വേളാങ്കണ്ണി പോയിട്ട് വരികയാണേ. ഈ ക്ലാവിനോട് നേർച്ചുണ്ടായിരുന്നേ. അല്ല, ഈ തമിഴ്നാടും കേരളവും തമ്മിലുള്ള ഒരു ഡിഫറൻസേ. എന്റെ സാറേ, ഇതെന്തോട്ട് തേങ്ങയെ കാട്ടണേ? ആര്? നമ്മുടെ സർക്കാരേ എന്തൊട്ട് ജാതി മൂരികളാ. ഇവിടെ ചുറ്റിത്തിരിയണ ഈ ക്രിമിനൽസ് ഉണ്ടല്ലോ, അവരെ ഓടിക്കണമെങ്കിൽ നമ്മള് നാട്ടുകാര് പോലീസിന്റെ പണിയാ ചെയ്യണം. നിങ്ങളുടെ കൂടെ 100 നിക്കണം. എന്തേ? ചുമ്മാ. എന്തൊട്ട് ചുമ്മാന്ന്? അല്ല, വെറുതെ ഒരു ചുമ്മാ. യു കണ്ടിന്യൂ. വെറുതെ ഓരോന്നും വലയാവൂട്ടോ. നിനക്കെന്തൊട്ട് തേങ്ങ അറിയാം? ഒന്നും ഉണ്ടായിരിക്കേ. എന്തിന്? നമ്മളെപ്പോലെ ഡീസന്റ് ആവണമെന്നില്ല തൊട്ടടുത്തിരിക്കണവര്, അറിയോ? എന്റെ സാറേ, ഞങ്ങള് തൃശ്ശൂക്കാര്, അതില് ഞാനേ പറഞ്ഞതാ. എന്റെ കയ്യിലൊരു തോക്കുണ്ടെങ്കിൽ ഈ ജാതി മൂരികളെ കണ്ട അപ്പ പിടയ്ക്കും. ഠേ 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 എന്ന്. എന്താ കുറെ നേരം നീ വെടി വെക്കാൻ തുടങ്ങിട്ട്. ഡോണ്ട് വറി, ഇത് ബ്രേസ്ലെറ്റാ, പുതിയ ഫാഷനാ. ആ, ഞങ്ങളൊക്കെ മോഡൽസാ. ഒരു ഫാഷൻ ഷോ കഴിഞ്ഞിട്ട് വരാം. മോള് വരുന്നുണ്ടോ? അമ്മച്ചി, അച്ഛായ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വലയാവൂന്ന്. നമുക്ക് വേണ്ട വേണ്ട, ചേട്ടൻ അവിടെ തന്നെ ഇരുന്നാ മതി. അയ്യോ വേണ്ടേ, ഞങ്ങൾ അപ്പുറത്തേക്ക് എങ്ങനെ ഇരുന്നോളാം. ഭയമായോ? എന്റെ മാതാവേ, ആരെ വിശ്വസിക്ക ഈ നാട്ടില്. അല്ല, വലിയൊരു വെടിവെപ്പുകാരൻ വന്നിരിക്കുക. സമാധാനമായല്ലോ. ബ്ലഡി ക്രിമിനൽസ്. സാർ, ഇവന് മൂത്രമൊഴിക്കണം. എന്താ? എനിക്കാ? പിന്നെ എനിക്കാ. ആണോടോ? എന്റെ ഓ, ആയിക്കോട്ടെ, ആവാം. എന്താവാന്ന്? അല്ല, മൂത്രമൊഴിച്ചേക്കാം. അതാണല്ലോ ആരോഗ്യത്തിന് നല്ലത്. പള്ളിച്ചാമി സാർ, ആ നടുവിൽ ഇരിക്കുന്ന പയ്യനെ അല്ല വേണ്ട, 3 പേരെ ഒരുമിച്ച് കൊണ്ടുപോകും. ഇല്ലെങ്കിൽ ഓരോരുത്തരായിട്ട് മുള്ളണമെന്ന് പറയും. കൊണ്ടുപോ. ഓക്കെ സാർ. വാങ്ങ വാങ്ങ. സാറിന് ഒഴിക്കണ്ടേ? മൂത്രം പോലും എന്റെ ഇഷ്ടത്തിന് ഒഴിക്കാൻ പറ്റില്ല. നടക്കണേ. എന്ത് പോയി ഒഴിക്കാനാണോ എന്തോ. താങ്ക്സ്. കൈ ലൂസായി കഴിഞ്ഞു. എനിക്ക് യാതൊരു പങ്കുമില്ലാട്ടോ. പോലീസുകാരാ, ആരെങ്കിലും ഓടി വന്ന് ഈ പോലീസുകാരൻ രക്ഷപ്പെടുത്തു. അതെ, പറഞ്ഞു തീർക്കാവുന്നതാണെങ്കിൽ അതുപോലെ. ഈശ്വര, ആക്ച്വലി നിങ്ങൾ എന്തൊക്കെയാ കാണിക്കുന്നത്? അയാള് Church of Miracle, Blessing of Saint. Any wish? Okay. Study well, pray well, believe in miracle. It will happen. ഓ അത്ഭുതം! എന്തിനാ പാപ്പിച്ചായ ഓരോന്ന് പറഞ്ഞ പാവം പിള്ളേരെങ്ങനെ പറ്റിക്കുന്നേ? പറ്റിക്കൂ, നോ പറ്റിക്കൂ.
Steady, come on. Let's go. Come on, let's go. ആഹാ, അപ്പൊ പറ്റിക്കുന്നൊരു വാക്ക് മാത്രം പഠിച്ചു വെച്ചിരിക്കുന്നു. സാഹിബേ, tomorrow ആണ്. This is not Vatican. This is Carunia Lottery from അഭിഷേട്ടാ, വല്ലതും തെളിഞ്ഞോ? ഓരോ കമ്മീഷൻ ഞാൻ തിരുമ്പി വരുമ്പോൾ വാങ്ങിച്ചോളാം. ഗ്രേസി, ചെറുക്കനെ കണ്ടപ്പോഴേ കരുതി നീ വന്നു കാണുമെന്ന്. ദോശയും പലഹാരം കൊണ്ട് വെച്ചിട്ടുണ്ട്, ഞാൻ ഇറങ്ങിക്കോട്ടെ. ടൂറിസ്റ്റുകളായിരുന്നു, ഒന്നും ഒത്തില്ല. ദേ ഈ കുരുത്തം കെട്ടവൻ എന്തൊക്കെയോ പറഞ്ഞത് മുടക്കി. അയ്യോ എന്റെ പൊന്ന് പാപ്പിച്ച, ഞാൻ അതൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ആ പാണ്ടി പാവം അവൻ അങ്ങ് അടിവാരത്ത് ചെന്ന് നിന്ന് എന്തൊക്കെയോ പറഞ്ഞു കൂട്ടിക്കൊണ്ടുവന്നതാ. അല്ലാതെ ടൂറിസ്റ്റ് പോയിട്ട് കച്ചവടക്കാര് പോലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാതായിട്ട് കാലം എത്രയായി. കേരളം അറിയാത്ത, തമിഴ്നാടിനും വേണ്ടാത്ത പാവം കുറെ മലയാളികൾ. നമ്മള് മാത്രം ഈ ഗ്രാമത്തിൽ ഇങ്ങനെ അല്ലയോടി ഏലിയമ്മേ. എത്ര കാലായി എന്റെ പാപ്പിച്ച, എന്നാണ് നമ്മുടെ ആ പള്ളി ഒന്ന് തുറന്ന് ആ പഴയ ആളും ബഹളവും കച്ചവടവും? ഈ ശാപമൊക്കെ എന്നാ തീരുന്നേ? എല്ലാം ശരിയാകും. കാലം അതിലൊരു വഴി കാണാതിരിക്കുകയില്ല. അവൻ വരും, അവൻ വന്നു കഴിഞ്ഞു. ആ മാമലയുടെ താഴ്വാരത്തുണ്ടവൻ. കുഞ്ഞേ, നിനക്ക് സുഖം തന്നെ അല്ലേ? നിന്നോട് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുണ്ട്, എന്നെ കയറി മോനെ, കുഞ്ഞെ, കൊച്ചെന്നൊന്നും വിളിക്കരുതെന്ന്. അയ്യോ, ഞങ്ങൾ ദൈവദൂതന്മാർ. അല്പപ്രാണികളെ മനുഷ്യർ നിങ്ങളെ അങ്ങനെ വിളിക്കാൻ പാടുള്ളൂ. വചനം 136 ഭാഗം 4 അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് മോനെ. ഇങ്ങനെ ഓരോ വിഡ്ഢിത്തരങ്ങൾ പറഞ്ഞതിനാ നിന്നെ സെമിനാറിൽ നിന്ന് പുറത്താക്കിയത്. അതുകൊണ്ടൊന്നുമല്ല, ഇവൻ കേറി അച്ഛന്മാരെ മുണ്ടുപൊക്കി കാണിച്ചതിനാ. അച്ഛന്മാരുടെ കാര്യം പറഞ്ഞപ്പോഴാ നിങ്ങൾ തൊമ്മിച്ചന്റെ വീട്ടിൽ പോകുന്നില്ലയോ? പറഞ്ഞ പോലെ തൊമ്മിച്ച മുതലാളി കഴിഞ്ഞ മാസം അരമനെ ചെന്ന് പള്ളി തുറക്കാനുള്ള ഏർപ്പാടാക്കിയെന്ന് പറഞ്ഞതാ. നമ്മുടെ ഗബ്രിയേൽ അച്ഛൻ പുള്ളിക്ക് വാക്ക് കൊടുത്തത്രേ. ഇന്നാ വരുന്ന അച്ഛന്മാരുടെ വിവരം അറിയുന്നത്. ഞാൻ അതങ്ങ് വിട്ടുപോയി. ആര് വരാൻ? ഈ പൂമാല ഗ്രാമത്തിൽ സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തരുവാൻ ഞാൻ മാത്രമേ ഉള്ളൂ സഹോദരാ. ഇനി നീ മിണ്ടിയ നിനക്ക് സ്വർഗത്തിലേക്കുള്ള വഴി ഞാൻ കാണിച്ചു തരും. അച്ഛന്മാര് വന്ന് പള്ളി തുറന്നാലേ അവന്റെ കച്ചവടം പൂട്ടും. അതിന്റെ ചൊറിച്ചിൽ പാപ്പിച്ചാൻ വരുന്നുണ്ടോ? ഞാൻ വരുന്നില്ല. അവൾക്ക് തീരെ സുഖമില്ല. കാറും കോളും കൂറുന്നുണ്ട്. നീ വേഗം അങ്ങോട്ട് ചെല്ലേ. ഞാൻ പോട്ടെ. അച്ചായ, അമ്മാമ്മയ്ക്ക് തീരെ സുഖമില്ലാതെ കിടപ്പല്ലേ? ഞാനൊന്ന് പ്രാർത്ഥിച്ചാൽ? വേണ്ട പോലെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നീ അങ്ങോട്ട് ചെല്ലേ. അവിശ്വാസികളെ ദൈവം കാത്തുരക്ഷിക്കുന്നു. പ്രാർത്ഥിപ്പാനായി എന്റെ നാവ് താരിക്കുന്നു. ഇവിടെ ഒരു അവസരമില്ലല്ലോ കർത്താവേ. ഇനി മറ്റൊരിടം തേടാം. അരമനയെന്ന് നമ്മുടെ ഗബ്രിയേൽ അച്ഛൻ പറഞ്ഞു വിട്ട അച്ഛന്മാരുമായിട്ട് സംസാരിക്കുക. അവരിങ് എത്തിയെന്നാ തോന്നുന്നേ. ഹലോ ഹലോ, അച്ഛാ ഇപ്പൊ കേക്കാം. എന്റെ അച്ഛാ, ഇവിടെ മൊബൈൽ ഫോണിന് ഒട്ടും റേഞ്ച് ഇല്ല. വിട്ടേ കിട്ടുള്ളൂ. ലാൻഡ് ഫോൺ ആണെങ്കിൽ ഉണ്ടല്ലോ എപ്പോഴും തകരാറാ. അച്ഛന്മാരെ ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. കിട്ടി. രണ്ടുപേരാ, ഗബ്രിയേൽ അച്ഛന്റെ ശിഷ്യന്മാരാ. ഹലോ, രണ്ടുപേരും ഇപ്പൊ എവിടം വരെ എത്തി? ഞങ്ങളിവിടെ അടിവാരത്തെത്തി. അടിവാരത്തെത്തിയോ? എടാ, രണ്ടച്ഛന്മാരും അടിവാരം വരെ എത്തിന്ന്. നിജമാ? ഉണ്മതാനടാ. നീ അവിടെ നിന്ന് ചവിട്ടാണം കളിക്കാൻ വേഗം വണ്ടി എടുത്ത് അടിവാരത്തെത്താ. അതെ, അച്ഛന്മാർ രണ്ടുപേരും അവിടെ തന്നെ നിന്നാ മതി. ഞാൻ കുതിര വണ്ടി അങ്ങോട്ടയക്കാം. അല്ല, ഞാൻ പറയാൻ വന്നത് അതല്ല. ഈ കാലാവസ്ഥ, കാറ്റും ഇടിവെട്ടും വല്ലാത്ത. ഹലോ, എന്തോ? ഇതെല്ലാം നല്ല സൂചന ആണോ? അല്ല. എടാ, അച്ഛന്മാര് പറയണു എല്ലാം നല്ല സൂചനയാന്ന്. അതൊന്നും ഞങ്ങൾ വിചാരിച്ച പോരാ. കാര്യമില്ല. നല്ലത് കേട്ടത് സന്തോഷം. ഒരു കാര്യം ബോധ്യായി. സാധാരണ പുരോഹിതർ വന്നിട്ടാവില്ല. സമ്മതിക്കില്ല നിമിത്തങ്ങൾ. തമ്പുരാന്റെ കനിവുള്ളവർ അങ്ങ് റോമിന്ന് തന്നെ വരണം. റോമിന്നോ? സായിപ്പന്മാരാണോ? ഇയാൾ എന്തോന്നായി പറയുന്നേ? സായിപ്പും അറബിയൊന്നും അല്ല. അങ്ങനെ ആര് വിചാരിച്ചാലും. ഹലോ ഹലോ, ഓ ആണ്ട പോയി. ഹലോ ഹലോ ഹലോ, ഞങ്ങൾ മടങ്ങുകയാണ്. ഹലോ.
ഒരു കട്ട കിട്ടി. ഹലോ ഹലോ ആണ്ടെ പോയി. ഗബ്രിയലച്ചൻ വരുന്നില്ല എന്ന്, പകരം ശിഷ്യന്മാരാ വരുന്നതെന്ന്. അവരങ്ങ് റോമീന്നാന്ന്. റോമീന്നായതുകൊണ്ട് മിടുക്കന്മാരായിരിക്കും. അങ്ങനെ അച്ഛന്മാരെ കിട്ടി. ആ, ഇതിന്റെ കാറ്റും തീർന്നു. ആ, എല്ലാരും കേട്ടല്ലോ. നിങ്ങൾക്കൊക്കെ എന്നെ സംശയമായിരുന്നല്ലോ. ഈ പൂമാല ഗ്രാമത്തിലെ ഒരേ ഒരു മുതലാളിയായ ഞാൻ മാത്രമേ ഉള്ളൂ. ഈ ഗ്രാമത്തിലെയും ജനങ്ങളുടെയും പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടാനുള്ളൂ എന്ന് ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മനസ്സിലായി. വർഷാവർഷം എന്റെ കയ്യിലുള്ള കാശ് മുടക്കി പള്ളി മോടി പിടിപ്പിക്കുന്നത് ഈ തവണ എന്റെ കർത്താവേ വെറുതെ ആയില്ലല്ലോ. എടാ ലോട്ടറി തൊമ്മിച്ച കൊണ്ടുവരാൻ പോകുന്നത് വെറും സാധാ അച്ഛന്മാരെയല്ല. These fathers are made in Rome. അവരങ്ങ് റോമീന്നാണ്. മുപ്പത്തെട്ട് ദിനരാത്രങ്ങളും 17 വിനാഴികകളും നീണ്ട പ്രാർത്ഥനാ സൗകര്യങ്ങൾ കഴിഞ്ഞ് കാടും മേടും കടന്ന് അവൻ വീണ്ടും യാത്രയായി. അവന്റെ യാത്ര യാതനകൾ നിറഞ്ഞതായിരുന്നു. അതെ, ഈ കയറ്റം കയറുമ്പോ ഉട്ടുപ്പായുടെ കൂടെ ശബരിമലയ്ക്ക് പോയിരുന്ന എനിക്ക് ഓർമ്മ വരുന്നതാണ്. ആശം മലക്കൊക്കെ പോവായിരുന്നോ? പിന്നെ സ്വാമി ശരണം. മണ്ഡലത്തിനും മകരത്തിനും പോയാ പിന്നെ ഒരു 6 മാസത്തേക്ക് വേറെ ഒരു പണിക്ക് പോകണ്ട. അതിലത്രയ്ക്ക് മിടുക്കനായിരുന്നു കുട്ടപ്പായി. അത് ശരി, പോക്കറ്റടിയുടെ കാര്യം ആശം പറയുന്നല്ലേ? പിന്നല്ലാതെ. കുട്ടപ്പായി സന്നിധാനത്ത് പോക്കറ്റ് അടിക്കും, ഞാനിത് പമ്പയിൽ മറച്ചു വെക്കും. കുട്ടപ്പായി വീണ്ടും അടിക്കും, ഞാൻ വീണ്ടും മറിക്കും. അങ്ങനെ ഒരു ബാർട്ടർ സിസ്റ്റം. ഈ കുട്ടപ്പായി എന്ന് പറയുന്ന ആശാന്റെ ഫ്രണ്ടോ അതോ ഗുരുവോ? അപ്പൻ. ഗുരുവായ അപ്പൻ. യെസ്. പിതാവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് അവന്റെ ദാഹമകറ്റാൻ കുലച്ച മുന്തിരികൾ ഊന്നുലഞ്ഞു നിൽക്കുകയുണ്ടായി. മാലാഖമാർ രുചിയൂറും ഭക്ഷണ വിഭവങ്ങൾ അവനായി വിളമ്പിക്കൊടുത്തു. പിശാചുക്കളെ വെല്ലാനുള്ള ശക്തിയും കരുളുറപ്പുമായി അവനു വേണ്ടി പറഞ്ഞു വെച്ച മണ്ണിലെത്തി ദൈവവചനം നടപ്പാക്കുവാൻ. ചേട്ടാ, കൗഞ്ചിലോട്ടുള്ള വഴി ഏതാ? സ്ട്രൈറ്റാ പോ. ഇങ്ങേരുന്ന് 30 കിലോമീറ്റർ. നീ ഇവിടെ ഞാൻ ഫോൺ ചെയ്യട്ടെ. ഇതേത് ഗുദാമാണോ? എത്രയും 7 രൂപ. ആശാനെ പിടികൊടുക്കല്ലേ? ഒറ്റ കേട്ടി ഞാൻ വെച്ചിരുന്നു. പിടികൊടുക്കണം പോലും. നിനക്കറിയോ ആരെയാ ഞാൻ വിളിച്ചത്? ഇല്ല. കൊച്ചിയിലുള്ള ബഷീറിനെ 1 മാസത്തിനകം ദുബായി പോകാൻ ഏർപ്പാടാൻ ചെയ്യും. എനിക്ക് മാത്രമല്ല നിനക്കും. സത്യമായിട്ടും? ആ, അതുവരെ 1 മാസം മുങ്ങി നിൽക്കാൻ പറ്റിയ സ്ഥലം വേണം. കുറച്ച് കാശും. ആശാനെ, നമുക്ക് 5-8 ആടുകളൊക്കെ സംഘടിപ്പിച്ച് ഇവിടെ ഒരു ഫാം ഹൗസ് സെറ്റപ്പ് ചെയ്താലോ? എന്ത് പറയുന്നു? നിനക്ക് വല്ല പ്രാന്തുണ്ടോ? പണിയെടുത്ത് കാശുണ്ടാക്കുന്നൊക്കെ മെനക്കെട്ട പണിയാ. അയ്യോ, പോലീസ്! നമ്മൾ പെട്ടാശാനെ. അത് പോലീസൊന്നുമല്ല. നീ സ്പീഡ് കൂട്ടി സംശയം കൊടുക്കല്ലേ? സ്പീഡ് കൂട്ടി സംശയം കൊടുക്കില്ല. അല്ല, സ്പീഡ് കൂട്ടാൻ പറഞ്ഞിട്ട് ഞാൻ പലതും പറയട്ടെ. ഞങ്ങളല്ല, ഞങ്ങളല്ല, ആ നിങ്ങൾ. ഐ മീൻ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഞങ്ങൾ. വിറയ്ക്കുന്നുണ്ടല്ലോ. തണുത്തിട്ടാ. എന്താ നിങ്ങക്ക് വേണ്ടത്? ആ 2 പേർ നിങ്ങളല്ലേ? എന്താ കാര്യം? നിങ്ങൾ ആരാ സംസാരിക്കുന്നത്? അത് പിന്നെ ഞങ്ങളിവിടെ വന്നത്. അല്ല, ഈ കൊച്ചുവെളുപ്പാൻ കാലത്ത് സുഖമില്ലാത്ത നിങ്ങൾ, വയ്യാത്ത നിങ്ങളുടെ അച്ഛനെയും പുര നിറഞ്ഞു നിൽക്കുന്ന പ്രാരാബ്ദങ്ങളെയും വിട്ട് കഷ്ടിച്ചൊരു ക്വാർട്ടറിന് പോലും കാശില്ലാത്ത മിസ്റ്റർ ദുരൈരാജ് കടവുള്ളേ പോയിക്കോളൂ. അവർ തന്നെ
நீங்க அவங்கிட்டா ஐயோ கை ஓடல காலு ஓடல என்ன பண்றது எங்க போகாதுங்க இங்கே நில்லுங்க நான் வண்டி எடுத்துட்டு வரான் ஜீசஸ் 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 கிடைச்சாச்சு ஜீசஸ் ആശാൻ എങ്ങനെ അയാളുടെ ഫുൾ ബയോഡാറ്റ അറിയാം? എടാ, ലോകത്ത് പ്രാരാബ്ദങ്ങളില്ലാത്ത ഏതെങ്കിലും കോടീശ്വരനായ കുതിരവണ്ടിക്കാരനുണ്ടോ? എന്റെ അറിവിലില്ല. കുതിരവണ്ടിയിൽ പേര് കണ്ടില്ലേ? വെരി സിമ്പിൾ. ഏറ്റല്ലോ ഏറ്റ പോലെ. എന്നാ വലിയ ഇയാൾ എന്തോ കാണിക്കുന്നത്? അമ്മാനോട് വന്ന 2 കെട്ട് കിട്ടി. കിട്ടിയത് പോയി. ആ ഗബ്രിയേൽ അച്ഛനെ ഒന്ന് വിളിക്കാന്ന് വെച്ച ഈ നശിച്ച റേഞ്ച് കാരണം അവര് താനെന്ന് ഉനക്ക് ഉറപ്പാ? என்ன முதலாளி இப்படி பேசுறது? കന്യാസ്ത്രീമാരുടെ വണ്ടിയിൽ അവങ്ക വന്ന് ഇറങ്ങുന്നത് ഞാൻ പാത്തതാനേ. കന്യാസ്ത്രീമാരുടെ വണ്ടിയിലെ വന്ന് ഇറങ്ങിയെങ്കിൽ അത് ഉറപ്പായിട്ടും അച്ഛന്മാർ തന്നെ ആയിരിക്കും. വേറെ കിറുക്ക് പയല്. പിന്നെ മുതലാളി, என்னுடையும் എന്റെ ഫാമിലിയുടെയും എല്ലാ കാര്യങ്ങളും അവങ്ക കറക്റ്റാ சொல்லியாச்சு. മാത്രമല്ല നിന്റെ കയ്യിൽ കറക്റ്റ് 17 കിലോ മാത്രമല്ല ഉണ്ടായിരുന്നു. ഒരു ക്വാർട്ടർ സൽസയ്ക്ക് എത്ര? 24 രൂപ. അതും കൃത്യമായി ഒരു ഒറ്റ നോട്ടത്തിൽ അവർ അറിഞ്ഞു. അതും പുരോഹിതന്മാർക്ക് എങ്ങനെ പറയാൻ സാധിച്ചു? ദിവ്യ ഉണ്ണിയ അല്ല ദിവ്യദൃഷ്ടി. തൊമ്മിച്ച മുതലാളി പറഞ്ഞത് നേരാ. ഇത് തനി റോമ. ഇനി അവര് തിരിച്ച് റോമിലേക്ക് തന്നെ പോയോ? ദൊരാജ്, അവരെങ്ങോട്ട് പോയിന്ന് ഉനക്ക് ഏതാവത് ഐഡിയ? അത് വന്ന് മുതലാളി ഞാൻ കമ്പിളിപ്പാപ്പ കടയിലുണ്ട്, വേണോ? അതെല്ലാം എന്നാന്ന് പറയണോ? കമ്പിളി പതിച്ച് 2 പേര് പള്ളി മുറ്റത്ത് കിടക്കുന്നു. ഇപ്പൊ എന്തോ ചെയ്യും? എടുത്തു മാറ്റണോ? വാ 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 വേമ. എനിക്കൊരു ലൈറ്റ് ചായ. ദോശയും വടയും കൂടെ ആയാലോ? വേണ്ട, വട ഗ്യാസാ. അയ്യോ, വീടല്ലേ? പിന്നെ വീട്ടിലല്ലേ ഉറങ്ങാറെന്ന്. ഇത് എവിടെയത്? ആർക്കറിയാം. പാത്തിട്ട് പറയാം. കുതിരവണ്ടിക്കാരൻ പണി തന്ന ആശാനെ. ഇവിടുത്തെ സിസ്റ്റം ഇതാണെന്ന് തോന്നുന്നു. എന്ത്? ആദ്യം നാട്ടുകാർ കൈവയ്ക്കും, എന്നിട്ട് പോലീസിന് കൈമാറും. ഈശ്വര, ജയിലായിരുന്നു സേഫ്. ഇവിടെ നിൽക്കണ്ട. മുതലാളി ഇവങ്കട് തന്നെ. ഇനി എനിക്ക് ഓടാനും തല്ലുകൊള്ളാനും വയ്യ എന്റെ ആശാനെ. ഈ സമയത്ത് പ്രതീക്ഷ കൈവിടരുത്. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയുന്നത്? എന്തെങ്കിലും ചെയ്യാം. ഒന്ന് ആലോചിക്കട്ടെ. ഒരു മിനിറ്റ് സമയം എന്താ? ഇവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എല്ലാവരും മുട്ടുകുത്തി. എന്തിനാണാവോ? ഇവരെനിക്ക് ഇതാവോ? ഇതെന്താ ആഫ്രിക്ക? ദൈവമേ, പിടികൊടുത്താലോ? നിനക്കെന്താ ഇത്ര തിരക്ക്? അച്ഛന്മാരെ, എനിക്കിങ്ങനെ അധിക നേരം മുട്ടേ നിൽക്കാൻ പറ്റില്ല. വാദത്തിന്റെ അസുഖമുള്ളതാ. നിങ്ങൾക്ക് പിന്നെ ഇത് ശീലമാണല്ലോ. ഞങ്ങളങ്ങ് എഴുന്നേറ്റോട്ടെ. ഓ, നന്ദി. ഈശോ മിശിഹായി സ്തുതിയായിരിക്കട്ടെ. കുരിശ് വരച്ച് എഴുന്നേറ്റോടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അയ്യാ, എന്റെ കുതിരയ്ക്ക് പോലും അടിവാരത്തിൽ നിന്ന് ഇങ്ങോട്ടുള്ള വഴി ചിലപ്പോ തെറ്റും. ആദ്യമായി വരുന്ന ഇവങ്ക എങ്ങനെ കൃത്യമായി പള്ളിയിൽ തന്നെ എത്തി? റോം അല്ലേ? റോം. നിങ്ങൾ റോമിൽ നിന്ന് നേരിട്ട് വന്നതാണോ അതെയോ? ഞങ്ങളുടെ ഈ പള്ളിയിലേക്കായിട്ട് ഗബ്രിയേൽ അച്ഛൻ റോമിൽ നിന്ന് കൊണ്ടുവന്ന അച്ഛന്മാരല്ലേ നിങ്ങൾ? അല്ല, അത് ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുവായിരുന്നു. നമ്മ കാലല പാത്താച്ചില്ലേ അടിവാരത്ത് വെച്ച്.
എന്നോട് കാര്യങ്ങളെല്ലാം കറക്റ്റാ சொல்லியே ஞானக்கல்ലുള്ള അച്ഛന്മാർ താ ഇവര്. അച്ഛന്മാരൊക്കെ ആണ്, എന്നാലും അതെ അതെ. ഞങ്ങള് ശരിക്കും റോമിന്ന് വന്ന അച്ഛന്മാരാ, നമ്മുടെ ഗബ്രിയേൽ അച്ഛൻ പറഞ്ഞയച്ചതാ. അച്ഛന്മാരോ? ഇവര് ഞങ്ങളുടെ പൊന്നച്ഛന്മാര് എത്തിയല്ലോ. ഈശോമിശിക്ക് സ്തുതിയായിരിക്കട്ടെ. തമ്പുരാൻ കാത്തു. എന്റെ കർത്താവേ, എത്ര നാളത്തെ കാത്തിരിപ്പല്ലയോ. ഓ, മുഖത്ത് എഴുതി വെച്ചിരിക്കല്ലേ നല്ല ഉഗ്രൻ റോമാണെന്ന്. അപ്പൊ ഞാനോ? ഓ, അത് ഉറപ്പല്ലേ തൊമ്മിച്ച സമ്മതിച്ചിരിക്കുന്നു. ഞാന് ആദ്യം ഇവര് കമ്പിളിക്കകത്തുണ്ടെന്ന് കണ്ടുപിടിച്ചത്. നല്ല ബെസ്റ്റ് മണ്ടന്മാര്. പതുങ്ങാൻ പറ്റിയ സ്ഥലം, പറ്റിയ വേഷം. അച്ഛൻ വേഷോ? ഞാനൊരു ക്രിസ്ത്യാനി പോലും അല്ല. അത് കുഴപ്പമില്ല, തുടങ്ങാം. അതെ, നിങ്ങൾ നേരത്തെ പറഞ്ഞ അച്ഛൻ പറഞ്ഞയച്ച അച്ഛന്മാർ തന്നെയാണ് ഞങ്ങൾ. കുട്ടനാടുകളെ, കുഞ്ഞാടുകളെ. ഓ അങ്ങനെയാണോ? എന്താ കുഞ്ഞാടുകളെ? കപ്പ്യാരെ, എന്താ കപ്പ്യാരെ നോക്കിയേക്കണേ? നമ്മുടെ പൊന്നച്ഛന്മാരെ പള്ളിമേടയിൽ കൂട്ടിക്കൊണ്ട് പോ. കൂട്ടിക്കൊണ്ട് പോ. എന്റെ വല്യപ്പാപ്പന്റെ കാലം മുതൽ ഞങ്ങൾ കപ്പ്യാര് പണിയില്ല. വല്യപ്പാപ്പനെ കണ്ടിട്ടുണ്ടോ? എന്നെ പോലെ തന്നെ ഏത് സായിപ്പായിരുന്നെന്നാ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അല്ല, ഞാൻ പറഞ്ഞു വന്നത് എന്നെ തന്നെ കപ്പ്യാരാക്കണം. അതിന് റോമിന്ന് വേറെ ആളെയൊന്നും കൊണ്ടുവരരുത്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കൊള്ളാം. ഇതാ പള്ളിമേട. ഇവിടെയാ നിങ്ങളുടെ താമസം ഒരുക്കിയിരിക്കുന്നതേ. പറഞ്ഞ പോലെ അച്ഛന്മാരുടെ പെട്ടി നിർമ്മാണമൊക്കെ എന്തിയേ? വന്നോണ്ടിരിക്കുക അല്ലേ? എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. വരും, വന്നോളൂ. വരാതിരിക്കില്ല. അപ്പൊ തൽക്കാലം ഇടാനുള്ളത് ഞാൻ സംഘടിപ്പിച്ചു തരാം. വന്നാട്ടെ. വന്നാട്ടെ. അതെ, നിനക്ക് വേറെ റൂം അറേഞ്ച് ചെയ്ത് തരാം. വന്നാട്ടെ, വന്നാട്ടെ. ബാൽക്കണി ഇല്ല, ഒറ്റ നില. എങ്ങനെയുണ്ട്? അച്ഛന്മാര് വരുന്നെന്നറിഞ്ഞപ്പോ തന്നെ രാപ്പകലിൽ നിന്ന് മുറിയൊക്കെ അങ്ങ് വൃത്തിയാക്കി. ഇനിയിപ്പോ അച്ഛന്മാര് കുളിച്ച് റെഡിയായിട്ട് വന്നാ നമുക്ക് തോമിച്ച മുതലാളിയുടെ വീട്ടിലേക്ക് പോകാം. ഇന്നത്തെ ഭക്ഷണം അവിടെ നിന്നാ. കുളിക്കണം നിർബന്ധമൊന്നുമില്ല അല്ലേ? എന്തുവാ ഇങ്ങനെ നോക്കുന്നേ? അല്ല, അത് അതെ, ഈ പോർട്ടുഗീസ് സായിപ്പന്മാരുടെ വരെ ശവക്കല്ലറകളുള്ള പഴയ സിമിത്തേരിയാ. പിന്നെ പള്ളിയിൽ കുർബാന മുടങ്ങിയതോടെ സെമിത്തേരിയിലും അടക്കമില്ലാണ്ടായി. കുന്നിനപ്പുറത്തെ തെക്കന്മാരുടെ പള്ളിയിലെ ഇപ്പൊ മിന്നുകെട്ടും അടക്കവും മാമോദിസയും എല്ലാം. ഇവിടുന്നൊരു 10-17 കിലോമീറ്റർ പോണം. പ്രായമായവർക്കൊക്കെ ഭയങ്കര പാടാന്നേ. അവരൊക്കെ പള്ളി പോക്ക് എന്നെ അങ്ങ് നിർത്തി. പള്ളി തുറക്കാത്തോണ്ട് ഇവിടത്തെ വിശ്വാസികൾ അങ്ങ് വരയുവന്നേ. എന്റെ കർത്താവേ, എന്തോ പറയാനാണെന്ന് പറ. ഇനിയിപ്പെല്ലാം ശരിയാകുമല്ലോ. സിമിത്തേരി ഉടനെ വൃത്തിയാക്കിച്ചൊള്ളാം. ആർക്കാണോ നിങ്ങളുടെ കൈ കൊണ്ട് ശവം അടക്കാനുള്ള ഭാഗ്യം ആദ്യം കിട്ടുന്നത്? കപ്പ്യാർക്ക് ഇപ്പൊ എത്ര വയസ്സായി? എനിക്കൊരു 60. അല്ല, എന്നാ പിന്നെ ഈ ശവടക്കുന്നതിന് മുമ്പ്, അല്ല ഈ വിശപ്പടക്കുന്നതിന് മുമ്പ് ഒന്ന് കുളിച്ചാലോ? ആയിക്കോട്ടെ. ഹലോ സർ, വെറ്ററിമാരൻ ഹിയർ സർ. ഐ ആം ഹിയർ അറ്റ് RPF സ്റ്റേഷൻ കൊണ്ടൽപാളയം. சார், ஒரு எஸ்ஐ 2 கான்ஸ்டபிள் அடிபட்டு இருக்கு. அவங்கள ஹாஸ்பிடலுக்கு மாத்தியாச்சு. அது இல்ல சார், we are expecting RPF personnel on duty. And sir, no excuses. I will take full responsibility. அந்த 3 பேரை ஒப்படைக்கிறது ஏன் பொறுப்பு சார். சார், ஜெய் ஹிந்த் சார்.
വണ്ടിയെടു. അങ്ങ് കൊടുക്ക്. ആക്രാന്തം വേണ്ട, കട്ട് ചെയ്ത് തരാം. കുഴപ്പമില്ല, മതി. കേരളത്തിൽ ജനിച്ചു വളർന്ന നല്ല മലയാളി കോഴിയാ. ഈ വർഗീസേ, നീ ഇതൊന്നും ആഗ്രഹിക്കണ്ട. ആണ്ടേ തൂങ്ങിക്കിടക്കണ അതുകൂടെ അങ്ങ് കടിച്ചാട്ടെ. ഈ നാട്ടിൽ പട്ടിണിയുടെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ, അത് അവരായിട്ടങ്ങ് തീർത്തു തരും. ഏതായി തണ്ടി നമ്മളെ തന്നെ നോക്കി ഒലിപ്പിച്ചേക്കുണ്ടല്ലോ. അവനെ നാട്ടിലെ ഉപദേശിയാ. ഈ ശല്യത്തിന് സെമിനാരിൽ നിന്ന് പുറത്താക്കിയതാ. ഇപ്പൊ സ്വന്തമായിട്ട് പള്ളി പണിയാൻ നടക്കുക. നീ എന്താടി നോക്കി വെക്കണേ? പോയി മോളെ വിളിച്ചോണ്ട് വാ. റോമിന്നാ അപ്പച്ചൻ പറയുന്നേ. രണ്ടച്ഛന്മാരുണ്ട്. ഹലോ ഹലോ, എന്താ? ഓ, ഞാനൊന്നും കാണാൻ പോകുന്നില്ല. അല്ല, ചേച്ചി എന്നാ വരുന്നേ? ഹലോ ഹലോ, ഷോ ഈ തല്ലിപ്പൊളി റേഞ്ച്. എന്താ നീ വന്ന അച്ഛന്മാരെ കണ്ട് സ്തുതി പറഞ്ഞേ. എനിക്കൊന്നും കാണണ്ട അച്ഛന്മാരും പൂജാരിമാരും ഒന്നും. ദൈവദോഷം പറയാതിരി കൊച്ചേ, ഇങ്ങോട്ട് വന്നേ. ആഹാരം കാണാതെ കിടന്നോ? ഗീവർഗീസേ, ഇവര് ശരിക്കും അത്ഭുതം കാണിക്കുന്ന അച്ഛന്മാരാണോ? പിന്നെ കണ്ടില്ലേ, ഇത് തന്നെ അത്ഭുതം. എനിക്ക് ആകെ 2 പെമ്മക്കളാ. ഇവളെ ഇളയവളാ റീന, മൂത്തവളങ്ങ് പുറത്താ. അയ്യോ, എന്തു പറ്റി? അവൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുക, അടുത്ത ആഴ്ചക്ക് വരും. ആയിക്കോട്ടെ. കൈ കുപ്പിയുണ്ട്. എന്റെ അച്ഛോ, ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഭയങ്കര സ്റ്റൈലാ. നല്ല പുളി. ഇവിടെ വീടുകളിൽ കേക്കും പലഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നവളാ. ഗ്രേസി എന്നാ പേര്. എന്റെ ഒരു അകന്ന ബന്ധുവാ. ഇവളുടെ മോനാ. ഇവളുടെ കെട്ടിയവൻ പട്ടാളത്തിലായിരുന്നു. ഓഹോ. രാജ്യത്തിനു വേണ്ടി സ്വന്തം ജീവൻ ബലി കൊടുത്തു. അടിപൊളി. എന്താ? സ്വീറ്റ്സ്. തീറ്റ കണ്ടാ തോന്നുന്നു ഇമാർ റോമി പട്ടിണിയായിരുന്നെന്ന്. അല്ല അച്ഛന്മാരെ, അവിടെ നിങ്ങൾക്ക് എന്തൊക്കെയാ ഭക്ഷണ രീതികൾ? അവിടെ ഉണക്ക ചപ്പാത്തിയും കഞ്ഞിയും. ഉണക്ക ചപ്പാത്തിയും കഞ്ഞിയും റോമിലോ? ചപ്പാത്തി എന്ന് പറഞ്ഞാൽ അവിടുത്തെ പിസ. അത് ഇയാളുടെ പണി. ദിസ് ഈസ് പിസ. അല്ല ഞാൻ ഒന്നും ചുമ്മാ. എടാ, നമ്മുടെ നാടൻ കണ്ണാരച്ചക്ക, ലഡു, ജിലേബി ഇതൊക്കെ റോമിൽ കിട്ടുവോ? അച്ഛന്മാര് കഴിച്ചാട്ടെ. ഇത്ര കാലായിക്കാണ് ഇതിന്റെ ഒക്കെ ടേസ്റ്റ് അല്ലേ? സംശയം തുടങ്ങി. ഒരു നമ്പർ ഇറക്കിയാലോ? ആഗ്രഹങ്ങൾ, ആശാപാശങ്ങൾ, അവ കുറയ്ക്കണം വിൽസമ്മേ. ആഗ്രഹങ്ങളുടെ പ്രതീകമാണല്ലോ ഈ ആപ്പിൾ. അതാണല്ലോ അച്ഛനെടുത്തത്. തൊമ്മിച്ചായ, അച്ഛൻ കലക്കി. ഇങ്ങ് വരൂ. ചെല്ലുമോളെ. വിശ്വാസം അത് എല്ലാമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതും വേണം ജീവിതത്തിൽ. എന്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നു. സോറി ഫാദർ. ഗോഡ് ബ്ലെസ് യു മൈ ചൈൽഡ്. ഗോഡ് ബ്ലെസ് യു. ഗബ്രിയേൽ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അത്ഭുത പ്രവർത്തനങ്ങളിൽ പ്രാവണ്യമുള്ളവരാണ് നിങ്ങൾ. എല്ലാം ഈ ഗബ്രിയേൽ അച്ഛന്റെ അനുഗ്രഹം. എന്തൊരു എളിമ, എന്തൊരു വിനയം. ശരിയാ. നീ ശരിക്കും റോമിൽ നിന്ന് വന്ന അച്ഛനാണോ?
ഞാനും ഒരു ദൈവദൂതനൊക്കെയാ, എന്നെ കൂടെ അനുഗ്രഹിച്ചാലും. ആ, ഇനി അതിന്റെ കുറവേ ഉള്ളൂ. അയ്യോ, എല്ലും കഷണം. ഇതെന്താ എല്ലും കഷണം? എനിക്കെന്താ ഓറഞ്ചും ആപ്പിളും ഒന്നും വരുത്തി. നിന്റെ കയ്യിൽ ഇതെങ്കിലും കിട്ടിയല്ലോടാ ഗീവറീസേ, ഇനി നിന്റെ അരമുറി സുവിശേഷം ഒന്നും ഇവിടെ ആർക്കും വേണ്ട. റോമിന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ഒന്നാന്തര 916 അച്ഛന്മാർ ഇവിടെ ഉണ്ട്. അച്ഛന്മാരെ വാ, നമുക്ക് കവലയിലേക്ക് പോവാം. വാന്നേ. അടിപൊളി. ഞാൻ കൊടുക്കാന്നേ. അജോ, എന്നാ കരിക്ക് കുടിച്ചാട്ടെ. ഇത് മാത്തുക്കുട്ടി ഫാഷൻസ്. ഇത് ഇവന്റെ കടയാ. റോമിൽ നിങ്ങളുടെ സാധനം വരുന്നേടം വരെ എന്തൊക്കെ വേണമെന്ന് പറഞ്ഞാൽ മതി, ഇവൻ പള്ളിമേടെ എത്തിച്ചോളും. എന്റെ വിസിറ്റിംഗ് കാർഡ്. നാട്ടിൽ അറിയപ്പെടുന്ന ഒരു അല്പനാണ്. അങ്ങനെയൊന്നുമില്ല, ഇതെന്റെ കടയാ. നിന്റെ തന്നെ വെച്ചു. താങ്ക്സ്. നിങ്ങള് റോമിൽ പോയിട്ട് എത്ര കാലമായി? റോമിൽ ഞങ്ങള് പോവും പുറത്തിറങ്ങും. ലാസ്റ്റ് ഇറങ്ങിയിട്ട് ഒരു 3 വർഷമായി. നീ വന്നിട്ട് 3 മാസമായിട്ടുള്ളൂ അല്ലേ? പുറത്തിറങ്ങൂ? ഐ മീൻ ഈ നാട്ടില് വരുമല്ലോ. ആട്ടെ, എപ്പ തിരിച്ചു പോകും? അങ്ങനെയൊന്നുമില്ല, ഇവിടുത്തെ കയ്യിൽ പോലിരിക്കും. എന്ന് വെച്ചാ വെഞ്ചരിപ്പും ഇവിടുത്തെ ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പോകും എന്നാണ് ഉദ്ദേശിച്ചത് അല്ലെ ഫാദർ? പേരറിയത്തില്ലേ? അയ്യോ, ഇതിനിടെ ചോദിക്കാൻ വിട്ടുപോയി. വല്യച്ഛന്റെ പേര് ഷിബു. ഫാദർ ഷിബു? ഷിബു അല്ല, സെബു. ഫാദർ സെബാസ്റ്റ്യൻ. വല്ലാണ്ട് സ്നേഹം കൂടുമ്പോൾ സെബു എന്ന് വിളിക്കും. കൊച്ചച്ഛന്റെ പേരെന്താണ്? ഫാദർ പോൾ. ഓ, സെബാസ്റ്റ്യൻ പോൾ. അപ്പൊ നിങ്ങൾ എറണാകുളംകാരാ? അങ്ങനല്ല വേണോ? അപ്പം വട്ടപ്പേരോ? ആ, അതെന്തുവാ? അല്ല, ഈ അച്ഛന്മാരുടെ പേരിന്റെ അറ്റത്ത് ഒരു ആല് കാണൂല. മിസ്റ്റർ തോമിച്ചൻ, എന്തോ ഒരുപാട് നേരമായി ചൊറിയുന്നു. എവിടെയാച്ചോ? ഇയാള് ഞങ്ങളെ അപമാനിക്കാൻ ശ്രമിക്കുന്നുവെന്ന്. ക്ഷമിക്കണേ അച്ഛാ. ഫാദർ ഗബ്രിയലിന് കൊടുത്ത വാക്കിന്റെ പുറത്താണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഞങ്ങൾ റോമിലേക്ക് തന്നെ തിരിച്ചു പോയേക്കാം. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത കാര്യത്തിലാണ്. ഇവനെ കൊണ്ട് വലിയ നീ ഇനി അടിയുള്ളൂ. എന്റെ അച്ഛാ, ബൈബിൾ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ ആള് കള്ളനാ, ഒരു പണി എടുക്കുകയില്ല. അച്ഛന്മാര് വന്നാട്ടെ, വാ നടക്ക്. വെച്ചോളൂ. ഈ പൂമാല ഗ്രാമത്തിൽ അറിയപ്പെടുന്ന ഒരു പൂമാലയാണെങ്കിൽ ഇവിടെ പിടിച്ച് ആദ്യം കുമ്പസരിപ്പിക്കണം. അതിനെന്താ, തുടങ്ങാം. അയ്യോ വേണ്ട, പുതിയ അച്ഛന്മാരെ ഒന്ന് കാണാൻ വന്നതാ. എന്നെ അനുഗ്രഹിക്കണം. ഒരു നീണ്ട കുമ്പസാരം തന്നെ വേണ്ടിവരും. അച്ഛന്മാര് വന്നട്ടെ. ബാബാ, മഴ വന്ന് തോർന്ന പോലെയായി. എന്റെ ഈശോയെ, ദൈവമേ. യേശു മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പോഴും ഇപ്പോഴും എപ്പോഴും. എന്താ വല്ലപ്പോഴും കൂടെ പറ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സ്തുതിയല്ലേ. വയ്യാത്തത് കൊണ്ടാ നേരത്തെ കാണാൻ വരാതിരുന്നത്. പൊറുക്കണം. ഇത് പാപ്പിച്ചായൻ വർഷങ്ങളായിട്ട് പള്ളിമുറ്റത്തിന് താഴെയായിട്ട് കട നടത്തുക. ആയകാലത്ത് പള്ളിക്കും നാട്ടുകാർക്കും ഒക്കെ വലിയ സഹായിയായിരുന്നു. ഫോട്ടോ സ്റ്റുഡിയോയും കടയൊക്കെ ആയിട്ട്. പള്ളി അടച്ചത് പിന്നെ പാപ്പിച്ചായന്റെ കാര്യം വലിയ കഷ്ടത്തിലാണ്. ചേച്ചിയാണെങ്കിൽ
തളർന്നൊരേ കിടപ്പ. ഇനിയെല്ലാം നിങ്ങളുടെ പ്രാർത്ഥന പോലെ. അയ്യോ ദാ, തിരുവസ്ത്രങ്ങളാ, കുറച്ച് പഴക്കമുണ്ട്, പാകമാകുമെന്ന് തോന്നുന്നു. പെട്ടിയും മറ്റും എത്തിയിട്ടില്ല എന്നറിഞ്ഞു, അതാ. വന്നാട്ടെ, ഇങ്ങോട്ട് വന്നാട്ടെ. ശരി. അല്ല, പാപ്പിച്ചേട്ടന്റെ കയ്യിൽ ഇത് സ്റ്റോക്ക് ഉണ്ടോ? നമ്മുടെ സാമുവലച്ചന് വേണ്ടി ചെയ്യിപ്പിച്ചതാ, പഴയ ഫാഷൻ. ഈ സ്റ്റോൺ ബട്ടണൊക്കെ വെച്ചിട്ട് കടയിലെ മറ്റ് സാധനങ്ങളെ പോലെ ഇതും ചെതലരിച്ചു കാണുമെന്നാ കരുതിയത്. പക്ഷെ ദൈവാധീനം, കുഴപ്പമൊന്നുമില്ല. ഇനി പാപ്പിച്ചാന്റെ കടയൊക്കെ ഒന്ന് ഉഷാറാവും. ഓ, വന്നാട്ടെ. എന്തൊരു ചർച്ച എന്ന് പറയായിരുന്നു. പണ്ടത്തെ ചർച്ച. അതെ അതെ, വന്നാട്ടെ വന്നാട്ടെ. എന്തൊരു തേജസ്, എന്തൊരു ദൈവിക ഭാവം! അളവെടുത്ത് തയ്പ്പിച്ചതാണെന്നേ തോന്നുന്നു. എങ്ങനെയുണ്ട്? ഈ റോമിൽ അങ്ങനെ ലോഹ പതിവില്ല. ഗബ്രിയേലച്ചൻ പോലും ജീൻസ് ഒക്കെ ഇട്ടാണ് നടക്കാറ്. അല്ലേ ഫാദർ പോൾ? ആരാധനാ സമയങ്ങളിൽ മാത്രം മതിയെന്നേ, വേഷത്തിലല്ലല്ലോ നിങ്ങളുടെ മിടുക്ക്. അല്ലയോ തുമ്മിച്ചല്ലാതെ? ആദ്യമായിട്ടല്ലേ ഞങ്ങളുടെ പള്ളിയിലെ? കൊറേയൊക്കെ കേട്ട് കാണുമില്ലയോ? കേട്ടിരിക്കണു. കേട്ടിട്ടുണ്ട്. എന്നതാ കേട്ടിരിക്കുന്നേ? അത് ഈ പള്ളി ഒരു വലിയ പള്ളിയാണല്ലോ. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് അയച്ചത് ഗബ്രിയേൽ അച്ഛനാണല്ലോ. അദ്ദേഹം ഞങ്ങൾക്ക് ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അല്ലെ ഫാദർ? സെബു, കുട്ടന്റെ പേര് സെബു. ഇയാളെ കൊണ്ട് അതെ. പോർച്ചുഗീസുകാർ പ്രതിഷ്ഠിച്ച സ്വരൂപമാണിത്. പൊന്നിൻ തിരുനാൾ, മാതാവിന്റെ പെരുന്നാൾ. അന്നേ ദിവസം തന്നാലാവുന്ന പൊന്നർപ്പിച്ച് മുട്ടിപ്പായ ഒരു പ്രാർത്ഥനയും ഇതുവരെ കേൾക്കാതിരുന്നിട്ടില്ല മാതാവ്. തഞ്ചാവൂരിനെത്തിയ ശില്പികൾ തീർത്ത മണിയാ അത്. അസൽ പഞ്ചലോഹ. അതെ അച്ഛാ. വെരി നൈസ്. ഈശോ മിശിഹായ്ക്ക് സുഖം തന്നെയല്ലേ? ഫാദർ പോൾ, റോമിന്ന് ഓരോ പാറ്റകൾ വന്നോളും എന്റെ കഞ്ഞി വീഴാൻ. മണി ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ അടിക്കുകയില്ല. ചെകുത്താന്റെ വലയിൽ സത്യവാന്റെ നാവൊട്ടിയതുപോലെ പള്ളിയോടൊപ്പം പള്ളിമണിയും നിശ്ചലമായി. മനുഷ്യൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് പഴി ചുമക്കുന്ന ദൈവങ്ങളായി ഇവിടെ. എന്റെ മാതാവേ, ഇനി അതെല്ലാം മാറാൻ പോവല്ലേ പാപ്പിച്ചേട്ടാ? അതിനല്ലേ റോമിന്ന് എല്ലാം അറിഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, അല്ലേ അച്ഛാ? അതെ, എല്ലാം മാറ്റും. അപ്പൊ പിന്നെ വന്ന കാര്യം അങ്ങ് നടക്കട്ടെ, അല്ലയോ തുമ്മിച്ച? ശരിയാ. എന്നാ പിന്നെ സെബു അച്ഛന്റെ പ്രാർത്ഥന തന്നെ ആദ്യം അങ്ങ് നടക്കട്ടെ. പോരെ അച്ഛാ? അതെ. എന്നാ പള്ളിയിലേക്ക് കയറാം. ആശാനാണോ
ഫാദർ സെബു. അത് ശരിയാ. ഫാദർ പോൾ. യെസ്. ഒരു മിനിറ്റ്. എക്സ്ക്യൂസസ്. എന്താണ്? ഡോപ്പേ, ഞാനെന്ത് പ്രാർത്ഥിക്കാൻ? നീ പോയി പ്രാർത്ഥിക്കാൻ. ഞാനെന്ത് പ്രാർത്ഥിക്കാൻ? രാമരാമ ചൊല്ലാനാ? ആശാനല്ലേ ക്രിസ്ത്യാനി, ചെന്ന് അതങ്ങ് നടത്തും. ക്രിസ്ത്യാനിയൊക്കെ തന്നെ, പക്ഷെ ഒരു പള്ളിയിടക്കാൻ ഞാൻ കാണുന്ന ആദ്യമായിട്ടാ. ബെസ്റ്റ്. ദേ, ആ ബൈബിൾ എടുത്ത് വായി തോന്നി എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി എന്നേ. മതിയല്ലേ? ഭഗവാനെ. ഫാദർ പോൾ, എന്ത് ഭാഷ ഇത്? തെലുങ്ക്. ഫാദർ പോൾ, ഓൾ ദ ബെസ്റ്റ്. ശിബിത്തണ്ടി ഒരുപാട് കോപ്പിലെ പണി കാണിക്കുന്നു. കൂടെ നിന്ന് പാരപണിയിലേക്ക് എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യും. ഞാൻ ഒറ്റയ്ക്ക് എന്ത് മാനേജ് ചെയ്യാൻ? വെള്ളം എടുക്ക്. കവലമ്മേ കാത്തോണേ. കർത്താവിന്റെ ആട്ടിൻപറ്റമേ, ഭയപ്പെടേണ്ട. ഇങ്ങോട്ടുള്ള യാത്രകൾ മുഴുവൻ യാതനകളുടേതായിരുന്നു. കാട്ടിലും മേട്ടിലും ഓടിയും ചാടിയും ഊണും ഉറക്കവും ത്യജിച്ചുള്ള പ്രാർത്ഥനകൾ. ഇവിടെ വന്നതും ഈ തിരുസ്വരൂപത്തെയും തിരുവചനങ്ങളെയും കണ്ടപ്പോൾ കോരിത്തെരിച്ച് വീണുപോയതാണ് നമ്മുടെ ഈ പാവം ഫാദർ. ഊണ് ത്യജിച്ചെന്നും അപ്പൊ തൊമ്മിച്ച മുതലാളിയുടെ വീട്ടിൽ നിന്ന് കഴിച്ചതൊന്നും ഒരു കഴിപ്പല്ലേ? ഹൈ, നീറ്റായിട്ട് പാരപണിന്നിട്ട് വിസ്തരിച്ച് കിടക്കുന്ന കണ്ടില്ലേ? നല്ല സുഖം. എന്തായാലും നീ മാനേജ് ചെയ്തല്ലോ. അത് ആ ഊളകൾ വിശ്വസിക്കുകയും ചെയ്തു. ആ ഊളകള് സത്യം അറിയുമ്പോ കാണാം അവരുടെ തനി നിറം. എടാ, എങ്ങനെ അറിയാനാ? ഈ പത്രത്തിലും മറ്റുമൊക്കെ വരില്ലേ? അപ്പോ അതോടെ ഈ പടം തീരും. പടോ? ഏത് പടം? ഈ പടം, ഈ വേഷം. അതൊരു പോട്ടെ. എന്തായാലും നമ്മൾ തമിഴ്നാട് പോലീസിന്റെ അടുത്താണ് ചാടിയത്. തമിഴ് പത്രത്തിലേ വരുള്ളൂ. അതുകൊണ്ട് ഫാദർ അധികം ടെൻഷൻ ആവാതെ നാളേക്കുള്ള പ്രാർത്ഥന പഠിക്കാൻ നോക്കും. ദൈവമേ പൊറുക്കണം. പിന്നെ ദൈവത്തിന് അതല്ലേ പണി. എന്നാലും എത്ര നാളെന്ന് വെച്ചാ ഈ വേഷം? അച്ഛൻ പണി നമുക്ക് രണ്ടുപേർക്കും അറിയില്ല. വല്ല അമ്പലമൊക്കെ ആയിരുന്നെങ്കിൽ സിമ്പിൾ ആയിരുന്നു. 2 പൂവൊക്കെ ഇട്ട് മണിയൊക്കെ അടിച്ച് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. അതിനൊക്കെ വഴിയുണ്ടാക്കാടാ. അധികാലമൊന്നും വേണ്ടല്ലോ. ബഷീറിന് കൊടുക്കാനുള്ളതും ഒരു ജോലി കിട്ടുന്നവർ ഇവിടെ നിൽക്കാനുള്ളതും ഈ ഇടവക തരും. എങ്ങനെ? പകൽ അവർ പറയുന്ന പണിയെടുക്കുന്നു, രാത്രി നമുക്ക് അറിയാവുന്ന പണിയെടുക്കുന്നു. ഈശോമിശിയായി അടിപൊളിയായിരിക്കും. അടിപൊളി. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. അത് തന്നെ, പാർട്ടീസിന് എന്ത് ചെയ്യും? നന്നായിരിക്കും. പള്ളിയിൽ അച്ഛൻ പട്ടയടിച്ച് പ്രാർത്ഥന ചൊല്ലിയാ വളരെ നന്നായിരിക്കും. എന്റെ ആശാനെ. വെളിച്ചപ്പാടും ഹിന്ദു ഗ്രൂപ്പാണല്ലോ. സത്യം അറിഞ്ഞിട്ടുള്ള വരമാണോ ദൈവമേ? എന്തായാലും നീ ഇതിന്റെ മുമ്പിലേക്ക്, നിന്റെ ആൾക്കാരല്ലേ. എന്താ വാളൊക്കെ ആയിട്ട്? ഒന്ന് കാണാൻ വന്നതാ. ഞങ്ങളുടെ പൂമാല ഗ്രാമത്തിലെത്തിയ പുണ്യം ചെയ്തവര്. എന്തോ എന്താ ഒരു തേജസ്! അതെങ്ങനെയാ? ദൈവാംശം ഉള്ളിലേക്ക് ഇറങ്ങി വന്നിരിക്കല്ലേ? നിങ്ങളുടെ എല്ലാ കാര്യത്തിനും ഞങ്ങൾ എല്ലാവരും ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. എന്താ നായരെ? പള്ളി തുറക്കുന്നതും പഴയതുപോലെ വിശ്വാസികൾ നാടിന്റെ നാനാദിക്കളിൽ നിന്ന് വരുന്നതും ഈ നാടിന്റെയും നാട്ടാരുടെയും ഒരു ആവശ്യമാണ്. എന്താ നായരെ? അച്ഛന്മാർക്ക് നാളെ മുതൽ നിന്നിരിക്കാനുള്ള സമയം ഉണ്ടാവില്ല. 8 കല്യാണം, 3 മാമോദിസ, 4 അന്ത്യകൂദാശ, 19 പെരവാസ്തുലി, വെഞ്ചരിപ്പ്, അങ്ങനെ എന്റെ മാതാവേ ഒന്നും പറയണ്ട. ഒക്കെ മംഗളമാകും. അയ്യോ, പറയും പോലെ വിട്ടുപോയി. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ. ഒരു പൈന്റ് ഗ്ലാസ് എടുത്തോണ്ടോ. അച്ഛൻ എന്താ ഇപ്പൊ പറഞ്ഞത്? അല്ല, ഈ അത് വെളിച്ചപ്പാടിന് പതിവ് കഴിക്കാനുള്ള സമയമായെന്ന് മുൻകൂട്ടി പറയുകയായിരുന്നു അല്ലേ ഫാദർ?
എന്തെല്ലാം അറിഞ്ഞു വെച്ചിരിക്കണു എന്റെ ഭഗവതി. ഭയങ്കരമാണോ ഭയങ്കരം. ജ്ഞാനികളാണോ ജ്ഞാനികൾ. നായരെ കൊണ്ടുവന്ന കാഴ്ചകളൊക്കെ ഇങ്ങോട്ട് അർപ്പിച്ചോളൂ. വേഗം വെച്ചോളൂ. ഇരു പാദങ്ങളിലേക്ക് സമർപ്പിച്ചോളൂ. അർത്തുങ്കലെ പള്ളിയിൽ ചെന്നിട്ട് ഈശോയെ കണ്ടിട്ടും നോശാന പാടാ. അർത്തുങ്കലെ പള്ളിയിൽ ചെന്നിട്ട് ഈശോയെ കണ്ടിട്ടും നോശാന പാടാ. അത്രത്തോളം മക്കളാം നമ്മളെ കർത്താവ് കാക്കുവാൻ കുർബാന കൂടാം. ആത്മാവിൻ വാതിൽ തുറക്കാം, അൾത്താരയ്ക്കുള്ളിൽ സ്തുതിക്കാം, അനുതാപമുള്ളിൽ നിറയ്ക്കാം, അവിടേക്കതെല്ലാം കൊടുക്കാം. ദൈവത്തിന്റെ കുഞ്ഞാടിനോടത്ത് ജീവിത കൊന്നുകേറാം. അർത്തുങ്കലെ പള്ളിയിൽ ചെന്നിട്ട് ഈശോയെ കണ്ടിട്ടും നോശാന പാടാ. അത്രത്തോളം മക്കളാം നമ്മളെ കർത്താവ് കാക്കുവാൻ കുർബാന കൂടാം. ശലോമോന്റെ മുന്തിരിത്തോപ്പിലെ കീർത്തനക്കാറ്റായി ചുറ്റിപ്പറക്കാം. വീടായ വീടുകൾ ഇമ്പത്തിൽ വെഞ്ചരിച്ചങ്ങനെ നമ്മെ പുതുക്കാം. എല്ലാരും ഒന്നായിരിക്കാമോ, എല്ലാരും ഒന്നായിരിക്കാം, വല്ലായ്മയൊക്കെയും നീക്കാം, നല്ലോരായി നമ്മളെ മാറ്റാം, സ്വലോകം മണ്ണിലും തീർക്കാം. മെഴുതിരികൾ നിരനിരയായി മെഴിയൊഴിയും നിലവുകളിൽ നീതിമാന്റെ മുന്നിലെത്തി മുട്ടുകുത്തി മുത്തമിട്ടിടാം. അർത്തുങ്കലെ പള്ളിയിൽ ചെന്നിട്ട് ഈശോയെ കണ്ടിട്ടും നോശാന പാടാ. അത്രത്തോളം മക്കളാം നമ്മളെ കർത്താവ് കാക്കുവാൻ കുർബാന കൂടാം. പകതാരിൽ ആനന്ദമേകുന്ന നാഥന്റെ നന്മകൾ പാടിപ്പുകഴ്ത്താം. നേരായ പാത തെളിക്കുവാൻ സത്യപ്രകാശത്തെ നിത്യം വിളിക്കാം. വിശ്വാസവിധിയൊരുക്കാമോ, വിശ്വാസവിധിയൊരുക്കാം, പ്രത്യാശമർത്യനു നൽകാം, സ്വർഗീയ ഗീതിയാൽ വാഴ്ത്താം, സുവിശേഷ വേലകൾ ചെയ്യാം. തിരുവചനം തിരിതെളിയും ഇടവകതണ്ടറ വഴിയിൽ വിണ്ണിൽ നിന്നു പെയ്തു വന്ന ദൈവസേനമെങ്ങുമേകിടാം. അർത്തുങ്കലെ പള്ളിയിൽ ചെന്നിട്ട് ഈശോയെ കണ്ടിട്ടും നോശാന പാടാ. അത്രത്തോളം മക്കളാം നമ്മളെ കർത്താവ് കാക്കുവാൻ കുർബാന കൂടാം. ആത്മാവിൻ വാതിൽ തുറക്കാം, അൾത്താരയ്ക്കുള്ളിൽ സ്തുതിക്കാം, അനുതാപമുള്ളിൽ നിറയ്ക്കാം, അവിടേക്കതെല്ലാം കൊടുക്കാം. ദൈവത്തിന്റെ കുഞ്ഞാടിനോടത്ത് ജീവിത കൊന്നുകേറാം.
ചേടാ, എന്നാലും വർഷങ്ങളായിട്ട് നാവൊട്ടി കിടന്ന പള്ളിമണി എങ്ങനെ പെട്ടെന്ന് അടിച്ചത്? അതടിച്ചോണ്ട് നിനക്ക് വിരോധമൊന്നുമില്ലല്ലോ. ബോറടിക്കുമ്പോൾ ചിലപ്പോൾ അത് അടിച്ചു എന്നിരിക്കും. മണി പണി തന്നല്ലേ? ആ എന്റെ പൊന്നു മോളെ, നീ വന്നോ? സുഖം തന്നെയല്ലേ? സുഖായിരിക്കുന്നു അപ്പച്ച. മോളെ, നമ്മുടെ മണി അടിച്ചു. വർഷങ്ങളായിട്ടുള്ള എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. വീട്ടിൽ പോയിട്ട് വരാം. പതിനായിരക്കണക്കിനുള്ള ഗ്രാമങ്ങളിൽ ആയിരക്കണക്കിനുള്ള പള്ളികൾ. അവളെ ഇങ്ങോട്ട് തന്നെ അയക്കണമായിരുന്നു എൻ്റെ ദൈവമേ. അവളെ കാണാതെ പോണോ എൻ്റെ ഗുരുവായൂരപ്പാ. വെരി ഗുഡ്. കുറച്ച് ചന്ദനം കൂടെ തൊട്ടോളൂ, പൂർത്തിയാവും. എന്താ ഒരു ടെൻഷൻ? ഒന്നും പറയണ്ട. കുറെ നേരം ആയല്ലോ. ഫാദർ ഷിബു എന്താ പെണ്ണ് കാണാൻ പോകുന്നു? ഇന്ന് ചില പ്രത്യേക കുമ്പസാരങ്ങളുണ്ട്. ഇച്ചിരി മണരുന്നോട്ടെ. മണം നാറ്റം ആവരുത്. അച്ഛന്മാരെ, സമയമായി. സ്ഥലം MLA ജില്ലാ കമ്മിറ്റി പ്രസിഡന്റും ഒക്കെ ഉണ്ട് കുർബാന കൂടാനേ. വന്നാട്ടെ. വീണ്ടും ബോധം കിടേണ്ടി വരുമോ? എങ്കിൽ അത് തന്റെ ഒടുക്കത്തെ ബോധം കിടലായിരിക്കും. താങ്ക് യു ദൈവമേ. യേശുവിന്റെ തിരുശരീരം.
എലീന വെറുതെ ഇരിക്കടി. അവരുടെ യൂണിയൻ പരിപാടിയല്ലേ, പൊളിച്ചേ പറ്റുമോളെ. നമ്മൾ തോറ്റപ്പോ ആ സ്മിതയും കൂട്ടരും കൂവിയത് ഞാൻ ഇതുവരെ മറന്നിട്ടില്ല. തുടങ്ങിക്കോ, കൂടി കൂവാൻ. ഇനി എനിക്കൊരു വോളണ്ടിയറിനെ വേണം. നല്ല സ്മാർട്ടായ, എന്തിനും തൻ്റെ ഇടമുള്ള ഒരു വോളണ്ടിയർ. കയറി വരണം മിസ്. ഈ കൂട്ടത്തിൽ ഏറ്റവും സ്മാർട്ടായിട്ടുള്ള ആളാണെന്ന് തോന്നുന്നു. സ്മാർട്ട് അല്ലേ? വരുന്നില്ലേ? കമോൺ. തീർന്നു. നിന്നെ രണ്ടായി വെട്ടിക്കീറാനാവും. നീ ആ മാജിക് കണ്ടില്ലേ? പോയില്ലെങ്കിൽ നമുക്ക് നാണക്കേടാ. Be a sport. Come on, വരൂ. Give a very big hand, please, everybody. പേടിക്കണ്ട, ഞാൻ തന്നെ വെട്ടിക്കേറാനൊന്നും പോണില്ല. തന്റെ ചീപ്പ് ഷൈനിങ്ങിന് എന്നെ കിട്ടില്ല. കാര്യമല്ല ഉണ്ടെങ്കിൽ പറ. ഓക്കെ. ഇതൊരു സിമ്പിൾ മാജിക് ആണ്. ദിസ് ഈസ് എ മാജിക് ബോക്സ്. നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണോ അത് ഇതുവരെ പുറത്തു പറയാത്തതാണെങ്കിൽ, ഇനി പറയാൻ ആഗ്രഹിക്കാത്തതാണെങ്കിൽ പോലും അത് ഇവൻ പറയും. സോ പ്ലീസ് മാം, വാട്ട്സ് യുവർ നെയിം? എലീന. എലീന. ഓ ഓക്കെ, മിസ് എലീന. കണ്ണുകൾ അടച്ച് ഈ പെട്ടിയിൽ നിന്നും നിങ്ങൾ എന്താണോ എടുക്കുന്നത് അതാണ് നിങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. സോ പ്ലീസ്. നാണം കിടന്നെങ്കിൽ ജസ്റ്റ് കണ്ണു തുറന്ന് എന്താ എടുക്കാൻ പോണെന്ന് നോക്കിക്കോളൂ. വേണേ ഇതിലും ചീപ്പാവും. വേണോ? സ്മാർട്ട്നെസ് ആവാം, പക്ഷെ അത് ഞങ്ങളെപ്പോലെ വയറ്റിപ്പഴപ്പിന് വേണ്ടി ഓരോന്നും ചെയ്യുന്നവരോടാവരുത്. എടുത്തോളൂ, ധൈര്യമായിട്ട് എടുത്തോളൂ, കണ്ണുകൾ അടച്ച്. Let us see, മിസ് എലീന എന്താണ് മനസ്സിൽ ഒളിപ്പിച്ചതെന്ന്. Thank you. It's okay. യേശുവിന്റെ തിരുശരീരം, യേശുവിന്റെ തിരുശരീരം, യേശുവിന്റെ തിരുശരീരം. ആകാശ് കഴിക്കുന്നില്ലേ? വേണ്ട, ഞാൻ കഴിച്ചു. തലേ ദിവസം ഞാൻ വിളിക്കാം. ഡേറ്റ് മറക്കണ്ട. 1 second. അഡ്വാൻസ്. താങ്ക് യു. യേശുവിന്റെ തിരുശരീരം. നടക്കടാ അങ്ങോട്ട്. ഇങ്ങോട്ട് നടക്കടാ. നീ ആരടാ നോക്കുന്നേ? ഇതവന്റെ ആദ്യത്തെ കേസല്ല, സ്ഥിരം പരിപാടിയാണ്. ഈ മേജിക്കാരൊക്കെ ഇങ്ങനെ മോഷണത്തിനിറങ്ങിയ ജനം വലയുമല്ലോ.
യേശുവിന്റെ തിരുശരീരം, യേശുവിന്റെ തിരുശരീരം. യേശുവിൻ തിരുശരീരം. ആമേൻ. പിശാച് എന്നെ കൊണ്ടേ പോവുള്ളൂ. അപ്പോഴും അമ്മച്ചിക്ക് ഇപ്പൊ തന്നെ സ്തുതിക്കണമല്ലേ? എലീന, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്കൊന്നും കേക്കണ്ട. നിനക്ക് ഫ്രോഡ് വേല കാണിക്കാൻ ഇങ്ങോട്ട് തന്നെ പറഞ്ഞായിരുന്നോ? 2 ആഴ്ചത്തേക്ക് തൽക്കാലം ഒന്ന് പിടിച്ചു നിൽക്കാൻ. പിന്നെ നിന്റെ കൺവട്ടത്ത് ഞാൻ വരില്ല. പ്ലീസ്. പട്ടണത്തെ നീ പറ്റിക്കുന്ന ഹൈ സൊസൈറ്റിക്കാരല്ല ഇവിടെ. എന്തിനേയും ഏതിനേയും അന്ധമായി വിശ്വസിക്കുന്ന കളങ്കം അറിയാത്ത ഒരുപറ്റം പാവങ്ങളായി നാട്ടുകാര്. അവരെ പറ്റിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഇന്ന് തന്നെ അപ്പച്ചനോട് പറഞ്ഞ് നിന്റെ കള്ളക്കളി ഞാൻ അവസാനിപ്പിക്കും. എന്തോ അസാധ്യമായ ഒരു കാര്യമാ. എന്തായാലും തോമിച്ചൻ ചെയ്തു കാണിച്ചത്. നിങ്ങൾ റോമിൽ നേരിട്ട് പോയോ? റോമില് നേരിട്ട് പോയോന്ന് ചോദിച്ചാ അത് കയ്യിലുള്ള കാശ് മുടക്കി അരമനയിൽ പോയി ഗബ്രിയേൽ അച്ഛനെ പലവട്ടം കണ്ട് ഇവര് ചെയ്യുന്ന ഓരോ അത്ഭുത പ്രവർത്തനങ്ങളും നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് ഗബ്രിയേൽ അച്ഛനെ ഞാൻ നിർബന്ധിച്ച് ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന അല്ലേ അച്ഛാ? അദ്ദേഹം ഞങ്ങളെ വിടാതെ പിടിക്കുകയായിരുന്നു. പുള്ളിക്കാരന്റെ ഒരു ജനസേവനത്തിന് ശരിക്കും ഒരു MLA ആവേണ്ട സമയം. അയ്യോ തൊമ്മിച്ച, അത്ഭുതം തന്നെ തൊമ്മിച്ച. താൻ കൊണ്ടുവന്ന അച്ഛൻ അത്ഭുതം തന്നെ. എന്താ കാര്യം? ഞങ്ങള് മാത്രം സംസാരിച്ച കാര്യമാ ഇപ്പൊ അച്ഛൻ പറഞ്ഞത്. പൂമാല ഗ്രാമത്തിലെ ഈ പള്ളിയിലേക്ക് അത്ഭുതങ്ങൾ പ്രവചിക്കുന്ന അച്ഛന്മാരെ കൊണ്ടുവന്ന തൊമ്മിച്ച, നിങ്ങളാണ് അടുത്ത ബൈ ഇലക്ഷനിൽ പാർട്ടി സ്ഥാനാർത്ഥി. സത്യമാണോ? എനിക്ക് വയ്യ എന്റെ അച്ഛാ. എക്സ്ക്യൂസ് മീ. തൊമ്മിച്ച വന്നേ അച്ഛനിങ്ങ വന്നേ ഒന്ന് കെട്ടിപ്പിടിക്കട്ടെ. എന്റെ പൊന്നച്ഛന്മാരെ, നിങ്ങൾ എന്റെ പുണ്യമാണ്, ഈ നാടിന്റെ പുണ്യമാണ്. ഹലോ, എന്താ മാഡം ഇങ്ങോട്ട് പോകുന്നത്? അപ്പച്ചനോട്, സോറി, ഐ മീൻ ഭാവി MLA കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരുമിച്ച് എന്നിട്ട് കാര്യങ്ങളൊക്കെ അങ്ങ് ഡീറ്റെയിൽ ആയിട്ട് പറയാം. വരൂ. എന്താണ് ഉദ്ദേശം ആകാശ്? എന്റെ അപ്പച്ചന്റെ പണോ? ഇങ്ങനൊരു വേഷം കെട്ടിയത് എന്തിനാ? കൂടെയുള്ള ആളാരാ? എന്തിനിവിടെ വന്നു? ചില്ലറ കളി അല്ല നീ കളിക്കുന്നത്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞോണ്ടാണോ വന്നതെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഒന്നോർത്തോ, നീ ചതിക്കാൻ നോക്കുന്നത് ഞങ്ങളെയല്ല, ദൈവത്തെ. എന്താ പേര്? ഇവിടെ നിൽക്കായിരുന്നു. കാറ്റ് കൊള്ളാൻ കത്രീനയുടെ കുമ്പസാരത്തിന് പോയല്ലായിരുന്നോ? പോണം. ആരുടെ കുമ്പസാരം? കത്രീനയുടെ. നിങ്ങളല്ലായിരുന്നു അവളെ കുമ്പസരിപ്പിക്കാൻ മുൻകൈ എടുത്തത്? അതെ അതെ, ഞാൻ പെട്ടെന്ന് കുമ്പസാരിപ്പിച്ചിട്ട് വരാട്ടാ. അതാ ഫാഷൻ രാവിലെ സെന്റും പൂശി ഇറങ്ങിയതല്ലേ. ഈശ്വര, ഷോ തുടങ്ങി കാണും എന്തോ. ഒറ്റയ്ക്ക് കേട്ട് സൂയിക്കാണല്ലേ. ഒരാൾക്കിരിക്കാനുള്ള സ്ഥലം കുറെ നേരമായോ? ഇപ്പൊ തുടങ്ങിയുള്ളൂ. അപ്പോഴേക്കും വേർത്തോ?
ആദ്യ ഭാവം തന്നെ താങ്ങാൻ പറ്റില്ലയോ എന്റെ ഭഗവാനെ. അതെ, തുടക്കം മുതൽ ഒന്നുകൂടെ പറയാൻ പറ. വേണോ? മൊത്തം സ്റ്റാർട്ടിങ് വൺസ് മോർ. എന്താ വേർത്ത് കുളിച്ച്? അത് വളരെ ചൂടുള്ളൊരു കുമ്പസാരായിരുന്നു. ചൂടുള്ള കുമ്പസാരോ? റിയലി ഹോട്ട്. ഈ പള്ളിയോടം തന്നെ AC ആക്കേണ്ടി വരും. ഇച്ചിരി പണിയുണ്ട്. എനിക്ക് ഇത്രയും മതിയോ? തൽക്കാലത്തേക്ക് കുറഞ്ഞു പോയാ. അതെ അച്ഛോ, ഇതും കൂടി ഒന്ന് ഇരിക്കട്ടെ. എന്താ ഇത്? റോമിലേക്കുള്ള യാത്രയിൽ ഉപകരിക്കും. വിസിറ്റിംഗ് വിസയാണോ? അല്ല, വിസിറ്റിംഗ് കാർഡാ എന്റെ. ശരി, ഇയാളുടെ കടയിൽ തുണിയേക്കാളും കൂടുതൽ വിസിറ്റിംഗ് കാർഡാന്ന് തോന്നുന്നു. ഹലോ, ഗുഡ് മോർണിംഗ്. നല്ല വനമാല. മൈ ഡിയർ ടൂറിസ്റ്റ്. മലയാളത്തിൽ പറടാ. അല്ല, ഈ അയ്യനാർ പള്ളി തുറക്കാൻ വന്ന അച്ഛന്മാരെ ഇവിടെ കാണാൻ കണ്ടോ? ആക്കിയതാ? അല്ല, ഈ വേഷം കണ്ടിട്ട് ചോദിച്ചു പോയതാണേ. മാപ്പാക്കണം. അതോ ഇതിനടിയിലാണോ ലോഹ ഇട്ടിരിക്കുന്നത്? എന്താ നിനക്ക് കാണണോ? ഒറ്റ തേമ്പും കേട്ടല്ലോ. എന്റെ വേഷം കെട്ട് കുറയും. വേഷം കിട്ടുന്ന ആരാന്ന് ഇപ്പൊ കാണിച്ചു. അപ്പൊ അച്ഛന്മാര് ഡ്രസ് എടുക്കാൻ വന്നാണല്ലേ? ഞാൻ വിചാരിച്ചു മാത്തുക്കുട്ടിയുടെ അമ്മയുടെ ദീനത്തെ പറ്റി സംസാരിക്കുകയാണെന്ന്. അയ്യോ, ശരിയാ, ഞാനത് ഓർത്തില്ല. ഞാൻ എന്തൊരു മണ്ടനാ. എന്താ മാത്തുക്കുട്ടി ഇത്? ഇത്രയും അത്ഭുതങ്ങൾ ചെയ്യുന്നവർക്ക് ഇത് നിസ്സാര കേസ് കിട്ടല്ലേ? കയ്യോടെ കൂട്ടിക്കൊണ്ട് ചെല്ല്. അച്ഛന്മാരൊന്നും എന്റെ വീട്ടിൽ കയറണം. അച്ഛന്മാർ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ ദീനവും മാറും, ഉറപ്പാ. ഞാനിത് വരുന്നു. മോനിച്ചോ, എന്തോ കട അടച്ചോ? അല്ല, ഈ ദീനം എന്ന് പറയുമ്പോ നിങ്ങൾ വിചാരിച്ച മാറുന്ന കേസ് കെട്ടേ ഉള്ളന്നേ. വന്നാട്ടെ, വാ. ദീനവും മാറ്റി വിശപ്പം മാറ്റി പോവാം. അവന്റെ ഒരു ലുക്ക് വെച്ചിട്ട് അവന്റെ അമ്മയ്ക്ക് പൈൽസ് ആവാനാ ചാൻസ്. ആ ഏരിയയിൽ ഞാൻ എന്ത് അത്ഭുതം പ്രവർത്തിക്കാനാ? എന്തായാലും ആപ്പിളിലും മുന്തിരിയിലും നിൽക്കില്ല. ഉറപ്പാ? ഉറപ്പാ. എന്താവോ? നിന്റെ നടപ്പ് കണ്ടാ തോന്നുന്നു അകത്ത് അമ്മ പ്രസവിക്കാൻ കിടക്കുന്നു. അച്ഛന്മാര് പ്രാർത്ഥിക്കടാ. പേടിക്കണ്ട, ഞങ്ങള് പള്ളിയിലെ പുതിയ അച്ഛന്മാരാ. മാത്തുക്കുട്ടി പറഞ്ഞായിരുന്നേ അമ്മച്ചി ഒന്ന് കാണണമെന്നേ. അവൻ എപ്പോഴും എന്റെ വിചാരേ ഉള്ളന്നേ. അവന്റെ കെട്ടികളുണ്ടല്ലോ. ഒരു കുഴപ്പമില്ല, നല്ല പൊന്നുപോലെ തമ്മിച്ചു. അമ്മയാണെന്നുള്ളൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. ആട്ടെ, അവള് കുടിക്കാൻ എന്തെങ്കിലും എടുത്തോ? എടുക്കത്തില്ല, അവളൊക്കെ തെക്കീന്നാണേ. സാരമില്ല കേട്ടോ, ഞാൻ എടുത്തു തരാം. ചായ മതിയോ? ഓ, ആയിക്കോട്ടെ. അല്ല, കാപ്പിയാവാ അല്ലേ? ഓക്കെ. പാവങ്ങള്. അല്ലെങ്കിൽ നല്ല സംഭാരം എടുത്താലോ? വേണ്ട, കുളിച്ചു പോവും. കരിക്കാ ബെസ്റ്റ് അല്ലേ? ദാഹിക്കുമ്പോ മലയാളി കുടിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എന്താ? ഗുരുജി ഓപ്ഷൻ തരൂ. കാപ്പി, മോര്, ചായ, പച്ചവെള്ളം? പച്ചവെള്ളം ശരിയായ ഉത്തരം. അഭിനന്ദനങ്ങൾ. ഇപ്പൊ കൊണ്ടുവരാം. ദേ പോയി വന്നു. ഞാനൊരു അത്ഭുതം കാണിക്കട്ടെ. എന്താ അത്ഭുതം? വാടാ.
യഹൂദന്മാരുടെ താഴ്വരയിൽ നിന്ന് പണക്കൊപ്പുമായി എത്തിയ യൂദാസുകളെ ആര് വിടില്ല! നീ തടഞ്ഞു. ഫസ്റ്റ് അവിടെ നടക്കട്ടെ. ഇവിടെ അനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. 2 പുണ്യാളം വരെയും തീർത്തോ? വെറുതെ റിസ്ക് എടുക്കണ്ട, ഞങ്ങൾ ചത്തുപോകും. വേണ്ട അമ്മച്ചി, വേണ്ട. തീർന്ന് കാണും. എനിക്കത് കണ്ട് ഒന്ന് പുള്ളക്കി തന്നെ ആക്കണം. ഡെഡ് ബോഡി ആയെങ്കിൽ എനിക്കും കൊടുക്കണം 2 എണ്ണം. ഞാൻ എന്തായി കാണുന്നത്? അടിക്ക് അടിക്കമ്മച്ചി, നിന്ന് ഡാൻസ് കളിക്കാൻ അടിക്ക. അമ്മച്ചി ഇതാരൊക്കെ വന്നിരിക്കുന്നു നോക്കിയേ. അമ്മച്ചി മാതുക്കുട്ടി, റോസിയെ, അയ്യോ എല്ലാരും ഉണ്ടല്ലോ. ഇവിടെ എന്നാ പറ്റിയേ? അമ്മച്ചിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഓരോർക്കത്തിൽ നിന്ന് എഴുന്നേറ്റ പോലെയുണ്ട്. എടാ മാതുക്കുട്ടി, എന്തോ സ്വപ്നത്തിൽ 2 മാലാക്കന്മാര് വന്ന് ഒരു ദിവ്യദണ്ട് കൈ തന്നിട്ട് പറഞ്ഞു, നിന്റെ എല്ലാ ദീനവും മാറിയെന്ന്. ആ 2 മാലാഖന്മാർ ഇവരാമ്മച്ചി. മാറിക്കണോ? ഇവരാമ്മച്ചി. അമ്മച്ചിയുടെ ദീനം മാറ്റിയ 2 പൊന്നച്ഛന്മാര്. ആണോ? എത്ര മരുന്നും മന്ത്രമൊക്കെ നോക്കിയതാന്നറിയോ? നിങ്ങളൊന്ന് തൊട്ടതേ ഉള്ളൂ, എല്ലാം മാറി. ആഹാ, എല്ലാരും വലിയ സന്തോഷത്തിലാണല്ലോ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയോ? ഓരോ കപ്പ് ചായ ആയാലോ? അല്ലെങ്കിൽ കാപ്പി ആവാല്ലേ? ചായയും കൊള്ളാം. ഭ്രാന്ത് പകരുമാ ചായ. വട്ടായിപ്പോയി വട്ടായിപ്പോയി ഉപദേശിക്ക് വട്ടായിപ്പോയി 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 വട്ടായിപ്പോയി. എന്ത് പാട്ടത്? ഇനി എത്ര അത്ഭുതങ്ങൾ കാണിക്കേണ്ടി വരുമോ എന്തോ. എടാ, മദ്യത്തിനെ അപമാനിക്കുന്ന നിനക്കൊരു പരിധിയുണ്ട്. അപ്പൊ നീ കഴിക്കും. ഒരു മലയാളിയുടെ മാനം കാക്കാൻ വല്ലപ്പോഴും ഇങ്ങനെ കഴിച്ച് നീ കാക്കണ്ട. വിട്ടേക്ക് മോനെ. ഹലാശനെ ആദ്യത്തെ മാത്രം ഇങ്ങനെയുള്ളൂ, പിന്നെ ഓക്കെയാണ്. വേണ്ടാന്നേ. അല്ല, ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാം. ഓടാ, ഈ നട്ടാപാതിരിക്ക വെളിച്ചപ്പാടിന്റെ നടിച്ച് നിനക്ക് ഷെയർ വേണോ അല്ലേ? അങ്ങനെ നീ മലയാളിയുടെ മാനം കാക്കണ്ട. ഹലാശനെ ഞാൻ പോന്നേ പോ. ആരാത്? ഞാനടാ. ആശാനെ എന്താടാ? അതെവിടെ പോയി? അതോ, അപ്പൊ നീ പ്രേതാണെന്ന് ഉറപ്പിച്ചോ? അല്ലേ? എടാ, ഏതെങ്കിലും പ്രേതം സ്വന്തം കളറിൽ മെഴുതിരി എത്തിക്കൂടെ പൊട്ട. ആദ്യമായിട്ട് കഴിക്കും ഇങ്ങനെ പലതും തോന്നും. പോയി തുറക്കും. ആ ഒരു പെഗ് അടിച്ചിട്ട് പ്രേതത്തെ കണ്ടു. ആകെയുള്ളൊരു വഴി ഇങ്ങോട്ടാ. അപ്പുറത്ത് കൊക്കയും. കൊക്കയിലോട്ട് വരണമെങ്കിൽ പേടിപ്പിക്കുന്നോ പൊട്ട. കിടന്നുറക്കടാ, പേടിച്ചൂറി. ചിറ്റപ്പൻ പോരാ. ആശാൻ എങ്ങോട്ട് പോണു? നിന്റെ പേടിയൊക്കെ മാറാൻ ഒരു പൂജ നടത്തിയിട്ട് വരാം. ഓക്കെ മൈ ബോയ്? പൂജയോ? ഇനി ഒരു തെണ്ടി എന്നെ പേടിപ്പിക്കരുത്. സ്വഭാവം അറിയത്തില്ല.